നമസ്കാരം. ഡോക്ടർ ഹാദിയയുടെ അമ്മ മരണപ്പെട്ടു. അമ്മയെ കാണാൻ ഹാദിയ പോയില്ല. ഹാദിയ അമ്മയെ കാണാൻ പോകാതിരുന്നതിന്റെ പേരിൽ വേദനിച്ചിരിക്കുന്നത് ഇവിടെ ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ തെരുവത്തിലാണ്. 2 മണിക്കൂർ മുമ്പ് ആരിഫ് ഹുസൈൻ തെരുവത്ത് അയാളുടെ FB പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാനതൊന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ആണായ സ്വന്തം ബാപ്പ മരിച്ചാലും ഭർത്താവ് അനുവദിച്ചാൽ മാത്രമാണ് ഭാര്യക്ക് സ്വന്തം വീട്ടിൽ പോകാനുള്ള അനുവാദമുള്ളൂ. പിന്നെയാണ് വെറും പെണ്ണായ അമ്മ. അതാണ് ഇസ്ലാം. കീഴൊതുങ്ങൽ ആണ് ഇസ്ലാം. അടിമത്തമാണ് ഇസ്ലാം. അതാണ് ഈ മതത്തെ പേപ്പട്ടി മതം ആക്കുന്നത്. ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് എക്സ് പേപ്പട്ടി മതൻ. അങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം ഈ അടിമത്തത്തിന് എത്രമാത്രം ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച്. അതായത് അടിമകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇസ്ലാം എന്നും ശ്രദ്ധിച്ചിട്ടുള്ളത്. ആരിഫ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന പല കുറിപ്പുകളിലും വീഡിയോകളിലും ഒക്കെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പല പരാമർശങ്ങളും ഉണ്ടാകാറുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പല പരാമർശങ്ങളും ഉണ്ടാകാറുണ്ട്. എന്തായാലും അയാളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ അങ്ങനെയാണ്. അയാൾ ആ ഒരു രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരിഫ് ഹുസൈനെ കുറിച്ച് വേറെ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ഹാദിയക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം. 2 വർഷം മുമ്പ് 2023 ഹാദിയയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഹൈക്കോടതിയിൽ പരാതികളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഹാദിയയുടെ പിതാവ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഹാദിയയെ നേരിട്ട് കാണുന്നത്. ഇന്ന് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഹാദിയ തന്നിട്ടുണ്ട്. ഞാൻ ചില ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന ചില പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഹാദിയയോട് ചില കാര്യങ്ങൾ ചോദിച്ചത്. ഹാദിയക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാം മാതാപിതാക്കൾക്കൊക്കെ വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു മതമാണ്. കാരണം മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മതം സ്വീകരിച്ചതിന് ശേഷം ഹാദിയ അവരോടുള്ള അടുപ്പം ഹാദിയക്ക് കുറവുണ്ടായിട്ടുണ്ടോ? അവർ ഹാദിയയെ മനസ്സ് മാറ്റുന്നതിനു വേണ്ടിയും പലതരത്തിലും മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തോ ആവട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഹാദിയ അവരെ ഏത് രീതിയിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? മാതാപിതാക്കൾ എന്നും എൻ്റെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. അതിൽ എനിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരെന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ മതം ചൂസ് ചെയ്താൽ അത് എൻ്റെ ചോയ്സാണ്. പിന്നെ ഞാനിപ്പോൾ വിവാഹിതയാണ്, അതും എൻ്റെ ചോയ്സാണ്. അതിൽ വേറെ അതെൻ്റെ അച്ഛനും അമ്മയായിട്ടല്ലാതെ നിന്നുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്ന ഒരു കട്ടെത്തുമ്പോൾ അതെനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ ഭയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ആദ്യമുണ്ടോ? അല്ല, ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല. പല കമന്റുകളും അത്തരത്തിലാണ്. അത് ശ്രദ്ധിക്കാറില്ലേ? സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആദ്യവുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും വരുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സമൂഹത്തിൽ പല വിധത്തിലുള്ള മനുഷ്യരുണ്ടാവും. അപ്പോൾ ഒരു വിഭാഗം അങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. അത് അവരുടെ രാഷ്ട്രീയമാണ്, അത് അവരുടെ നിലപാടാണ്. അതിനെ എല്ലാത്തിനോടും നമ്മൾ പേടിച്ച് ഭയപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും ഹാദിയയെ കാണുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ ഇപ്പോഴുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ അവര് വരുന്നില്ല എന്നുള്ളതാണ്. അവർ വരുന്നില്ല എന്ന് പറയുന്നത് ഹാദിയയുടെ വിലക്കോ അല്ലെങ്കിൽ ഹാദിയയുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിലക്കോ അല്ല. അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ടോ? ഭർത്താവിന്റെ ഭാഗത്തുനിന്ന്, ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിലക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ കേസും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് അവരെ വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹാദിയ പൂർണ്ണമായും സ്വതന്ത്രയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള വീട്ടുതടങ്കലിലോ? കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇല്ല എന്നുള്ളത് ഏറെക്കുറെ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പൊതുസമൂഹം അത്തരത്തിലുള്ള ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഹാദിയയുടെ നാവിൽ നിന്ന് തന്നെ അത് പുറത്തു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വിലക്കും ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവുകയും യാത്ര ചെയ്യുകയും ഇഷ്ടമുള്ളവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ എൻ്റെ മീഡിയ റിപ്പോർട്ടുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നത് അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ടീമാണ്. അതെന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അവർ പറഞ്ഞു പരത്തുന്നത് ഇത് കുട്ടി ഇങ്ങനെയല്ല, അവളെ ആരോ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വേറെ കുറേ പരാമർശങ്ങൾ, അതെല്ലാം അതൊരു ടീമിൻ്റെയാണ്. അതിനെ നമ്മൾ വില കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ടോ? അതായത് പുറത്തിറങ്ങി നടക്കാൻ, സ്വതന്ത്രമായി നടക്കാൻ, ആളുകൾക്കിടയിലൂടെ നടക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇന്ന് ഹാദിയ നേരിടുന്നുണ്ടോ? പ്രാവശ്യം ക്ലിനിക്കിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ച് ഇടപെട്ട് നല്ല രീതിയിൽ അവർ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ഒരു നോർമൽ ലൈഫിനെ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ബാധിക്കും. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇപ്പോൾ തന്നെയാണെങ്കിലും പിന്നീട് എൻ്റെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഹേബീസ് ഹൈക്കോടതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ നോർമലി ഒരു ജീവിതത്തെ അതെല്ലാം വളരെയേറെ ബാധിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രചോദനമായത്? ഇസ്ലാം പഠിച്ചിട്ട് ഇന്നിപ്പോൾ ഒരുപാട് പേര് ഇസ്ലാമിലോട്ട് വരുന്നുണ്ട്. അതുപോലെ അതിലൊരാളാണ് ഞാനും. ഇസ്ലാമിനെ മനസ്സിലാക്കി ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു, ആ രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യം, അതായത് എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് മാതാപിതാക്കളുമായി ചർച്ച ചെയ്തിരുന്നു നേരത്തെ? വീട്ടിൽ നിന്നപ്പോൾ ഞാൻ നോമ്പ് അങ്ങനെ എൻ്റെ ഡ്രസ്സിങ്ങിലെ ചേഞ്ച് അതൊക്കെ പേരൻസിന് അറിയാവുന്നതാണ്. അവരോട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നുമല്ല, അറിയാമായിരുന്നു. ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇസ്ലാം മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ ആരെങ്കിലും നിർബന്ധപൂർവ്വം അത്തരത്തിലുള്ള പ്രേരണ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത്തരത്തിലുള്ള ഒരുപാട് അങ്ങനെ ഒരിക്കലും നിർബന്ധിച്ചാൽ നമുക്കൊരു മതം സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ 6 മാസത്തോളം എൻ്റെ വീട്ടിൽ നിന്നല്ലോ. ആ സമയത്ത് ഒരുപാട് യോഗാ കേന്ദ്രങ്ങളിൽ നിന്നും ഹിന്ദുസ് ആയിട്ടുള്ള ഒരുപാട് പേര് വന്ന അവരുടെ മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയും ഇസ്ലാം വളരെ മോശമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡിസിഷനാണല്ലോ. അത് ഒരിക്കലും അതിന് നമുക്ക് വേറൊരാൾക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഒരാളെ മാറ്റാനും പറ്റില്ല. അത് തന്നെയാണ് എൻ്റെ കാര്യത്തിലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എൻ്റെ വിശ്വാസം ഞാനാണ് സ്വീകരിച്ചത്. അത് എന്നിൽ ആരും അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ ഇതൊക്കെ വീട്ടിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു. മാതാപിതാക്കൾ ഏതെങ്കിലും സമയത്ത് അതിനെ എതിർത്തിരുന്നു? അതായത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷെ എൻ്റെ കൂടെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതായത് ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതെ. ഇപ്പോൾ മാതാപിതാക്കൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട്, ഞാൻ വ്യക്തി ജീവിതത്തിലേക്ക് പോകുന്നതല്ല, വിവാഹവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ചില പരാമർശങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം, അവർ സംഘപരിവാരങ്ങളുടെ ടൂളായി പ്രവർത്തിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഹാദിയ മീഡിയ വണ്ണ് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഘപരിവാരങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രത്യക്ഷത്തിൽ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ഫോൺ വിളികളോ നേരിട്ട് അവർ സംസാരിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളോ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അതായത് എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്താണെന്നുള്ളത്. എൻ്റെ ഈ വിവാഹകാര്യം പറഞ്ഞതിന് ശേഷം 20 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ആ 20 ദിവസമാണ് എൻ്റെ ശരിക്കുള്ള എൻ്റെ അച്ഛൻ ആയിട്ട് നിന്നിട്ടുള്ളത്. അതിന് ശേഷം എൻ്റെ അച്ഛനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ തെളിവായിട്ടുള്ളത്. ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ RV ബാബുവിനും ഈ ഹാദിയയുടെ അമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട് കാണാൻ പോകാതെ വല്ലാതെ വിഷമിക്കുന്ന, മനസ്സ് വേദനിക്കുന്ന ആളുകൾക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആ ബന്ധം ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. മാതാവ് മാതാവാണ്, പിതാവ് പിതാവാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലാണ്. എരുമപ്പെട്ടിക്ക് തൊട്ടടുത്ത് ചെറുമനേങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കടങ്ങൂർ പഞ്ചായത്തിലാണ് ഈ സ്ഥലം. അവിടെ ഇതര മതവിഭാഗത്തിൽ നിന്നും ഈ ഇസ്ലാമിലേക്ക് വന്ന ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു. മരണപ്പെടുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ പെൺകുട്ടി മരിച്ചപ്പോൾ ചില ആളുകൾ ആ പെൺകുട്ടി ഹിന്ദുവാണ്, ആ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങൾ ഉണ്ടാക്കി. അവിടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടെ മഹല്ല് കമ്മിറ്റിക്ക് കീഴിലുള്ള പള്ളി ഖബർസ്ഥാനിൽ തന്നെ മറവ് ചെയ്യുന്നതിന് ഒരു അനുവാദം കൊടുത്തു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്തായാലും ഇവിടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ ആ പെൺകുട്ടിയെ മറവ് ചെയ്യുന്ന സമയത്ത് ആ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ഒക്കെ ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയുടെ മാതാവും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ എത്തിയിരുന്നു. അതായത് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കൾ, ആ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല, അങ്ങനെ തന്നെ പോകണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആളുകളെ ആ രീതിയിൽ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത്. ഒരിക്കലും ആ ഒരു കാര്യത്തിൽ വീഴ്ചയുണ്ടാകരുത്. ഇവിടെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിലുള്ള നല്ല മനസ്സോടുകൂടിയല്ല
ഈ ഹാദിയയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. ആരിഫ് ഹുസൈന്റെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ ഹിസ്റ്ററി ഒന്നും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ഉമ്മാക്കും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കും ഒന്നും വേണ്ടാതെ പടിയടച്ച് പിണ്ടം വെച്ച, ഒഴിവാക്കിയ, തള്ളിക്കളഞ്ഞ ഒരു വേസ്റ്റാണ് ആരിഫ് ഹുസൈൻ. ആ വേസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ സ്വയം അതിങ്ങനെ ദുർഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്ക് ആരിഫ് ഹുസൈന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി പറയാനില്ല എന്നുള്ളതാണ് സത്യം.